ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എങ്ങനെയുണ്ട്? മഴയൊക്കെ ഉണ്ടോ? കർക്കിടക മാസമായിട്ട് നല്ല മഴ കേട്ടോ. ഇങ്ങോട്ട് നല്ല മഴ. ഇപ്പം നമുക്ക് ശരീരത്തിന് എന്ത് ചെയ്താലും നല്ലപോലെ പിടിക്കുന്ന ഒരു സമയം കേട്ടോ. ഈ മഴയത്ത് എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ശരീരത്തിൽ പിടിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ഈ ചീരച്ചേമ്പിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ ഈ ചീരച്ചേമ്പ് അറിയാത്തവരും ഉണ്ട്. ഇപ്പോഴും കഴിഞ്ഞ് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ കുറേ പേർ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഇതെന്താ സംഭവം, ഇതെന്ത് ചെടിയാണ്, ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഇന്ന് അതിനെപ്പറ്റി ഒരു വീഡിയോ ആകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇലക്കറികളിലൊന്നാട്ടോ, പച്ചിലക്കറികളിലൊന്നാണ് നമ്മുടെ ചീരച്ചേമ്പ് എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, തണ്ട് കണ്ടോ? ഈ തണ്ട് വെളുത്താട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഈ തണ്ടും ഇലയും ഒരുമിച്ച് കറി വെക്കാൻ പറ്റുന്ന ഒരു ചേമ്പാണ് ചീരച്ചേമ്പ്. നമ്മുടെ സാധാ ചേമ്പുകളൊന്നും നമുക്ക് ഇല കറി വെക്കാനായിട്ട് പറ്റിയല്ലോ. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് കറി വെക്കാൻ പറ്റും. അതുകൊണ്ടാണോ ഇതിനെ ചീരച്ചേമ്പെന്ന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെ പറ്റിയാട്ടോ. അപ്പം അറിയുന്നവർക്കൊക്കെ അറിയാം, പക്ഷേ അറിയാത്തവരുണ്ടാവും കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അറിയുന്നവർക്ക് വേണ്ടി ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇതെന്താണെന്നറിയാമോ? ഈ ചീരച്ചേമ്പിൻ്റെ ഇലയും തണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മൾ തോരൻ വെക്കുന്നത്. അപ്പോൾ ഈ തണ്ടായാലും ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ പൊളിച്ചിട്ടാ ഇങ്ങനെ ഉണ്ടോ, ഇതുണ്ടോ, ഈ ഒരു നാരില്ലേ, ഈ ഒരു നാര് കളയണം കേട്ടോ. അതങ്ങനെ വരും. ആ നാര് മൊത്തത്തിൽ കളഞ്ഞിട്ട് നല്ലപോലെ കഴുകിയെടുത്തിട്ട് ഇലയിൽ ഈ നാരുകളുണ്ടല്ലോ, ഈ നാരുകൾ ഇങ്ങനെ ഈ നാരുണ്ട് ഇങ്ങനെ, ഇത് കുഞ്ഞായിട്ടാണ് കേട്ടോ. ചെറിയ ചെറിയ വേൻസുകളുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ വലിച്ച് കളയണം. എന്നിട്ട് എടുത്തിട്ട് നല്ലപോലെ വെള്ളം ഉണ്ടാകും, നല്ല വെള്ളം കേട്ടോ. ഇത് പിഴിഞ്ഞിട്ട് നമ്മൾ ചീരയൊക്കെ തോരൻ വെക്കുന്ന പോലെ കൊത്തി അരിഞ്ഞിട്ട് ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിൻ്റെ എല്ലാം കൂടെ തേങ്ങയെല്ലാം കൂടെ ഒതുക്കിയില്ലെങ്കിലും ചിരണ്ടിയിരുന്നു. ഞാൻ ചിരണ്ടിയിട്ടാണ് കൂടുതലും ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ കടുക് പൊടിച്ചിട്ട് ചീരേനകത്തോട്ടിട്ട് അരപ്പും കൂടി ഇട്ടിട്ട് തട്ടിപ്പൊത്തി വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിന് വെള്ളത്തിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. പക്ഷേ കാൽസ്യത്തിൻ്റെ ഒരു കലവറയാട്ടോ ഈ ചീരച്ചേമ്പെന്ന് പറയുന്നത്. നല്ല അടിപൊളി സംഭവമാണ് ഈ ചീരച്ചേമ്പ്. ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല, അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലുണ്ട്, ഇതിന് കിഴങ്ങുണ്ടാക്കിയല്ല കേട്ടോ, ഇതിന് വേരായിരിക്കും ഉണ്ടാകുന്നത്. ആ വേരാണ് സാധാരണ നമുക്ക് തടയും വിത്തും ഒക്കെ ഉണ്ടാകില്ല. ഒരു തട പോലെ ചെറിയൊന്നുണ്ട് അതിൻ്റെ ചുവട്ടിലുണ്ടാവും കേട്ടോ. അപ്പം വിത്ത് ഉണ്ടാകിയല്ല. അപ്പം നമ്മുടെ തട അടക്കം നമ്മൾ അടിയിൽ നിന്ന് ചെത്തിയിട്ടായാലും നമുക്ക് പിഞ്ചാട്ടോ വെക്കാനായിട്ട് നല്ലത്. ഈ മൂത്തത് വെക്കുമ്പോൾ ഉണ്ടല്ലോ അത്ര രുചി ഉണ്ടാവിയല്ല, ഒരു പിഞ്ചിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയല്ല. അതേപോലെ തന്നെ ഇത് ഇങ്ങോട്ട് പകുതി വെന്ത് വരുമ്പോഴത്തേനും 2 മുട്ടയും കൂടെ പൊട്ടിച്ച് ഉടച്ചിട്ട് അതിലോട്ട് ഒഴിച്ചാലുണ്ടല്ലോ അടിപൊളി കറിയായിരിക്കും കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന മുട്ടയിട്ടിട്ടാണ്. മുട്ടയിട്ടുണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാട്ടോ. പക്ഷേ നമ്മൾ ചൂട് കഴിക്കാനായിട്ട് നല്ലതാട്ടോ. പിന്നെ ഇത് ഏത് കുഞ്ഞുങ്ങൾക്ക് മുതൽ ഏത് വയസ്സായവർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഔഷധ ഗുണമുള്ള ഒരു ചേമ്പാണ് നമ്മുടെ ചീരച്ചേമ്പ് കേട്ടോ. അപ്പോൾ ഈ ചീരച്ചേമ്പിൻ്റെ തൈ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷോർട്ട് വീഡിയോയിൽ എനിക്ക് കുറച്ച് ഇത് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ 50 രൂപ റേറ്റിനാണ് നമ്മളൊരു തൈ തരുന്നത് കേട്ടോ. ഏകദേശം ഇതേ വലുപ്പം ഉണ്ടാകും തൈക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ തൈ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലും വീട്ടിലുണ്ടായിട്ട് പോലും ഇത് എന്താണെന്ന് അറിയാത്തവർ കുറേ പേര് കാണും. അങ്ങനെയുള്ളവരാരും മിസ്സാക്കി കളയരുത്. ഈ കർക്കിടകത്തിൽ നമ്മൾ ഈ പച്ചിലകൾ കഴിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരു ചേമ്പാണ് നമ്മുടെ ചീരച്ചേമ്പ്. അപ്പം ഈ മുരിങ്ങയില, ചീര, അതുപോലെ നമുക്കിപ്പോൾ മുരിങ്ങയില കഴിക്കാനായിട്ട് പറ്റിയല്ലോ. കർക്കിടകത്തിൽ ഒരു ദിവസം കട്ടുണ്ടാവും എന്ന് പറയുന്നതുകൊണ്ട് ഏത് ദിവസമാണെന്ന് അറിയാത്തതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പക്ഷേ ഞാൻ കഴിഞ്ഞ വർഷം മുരിങ്ങയില കർക്കിടകത്തിൽ കഴിച്ചു കേട്ടോ. ഒരു ദിവസം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കട്ടുണ്ടെന്ന് പറയുന്നതുകൊണ്ട് ആദ്യമൊന്നും കഴിക്കില്ലായിരുന്നു. ഞാൻ വെച്ച് നോക്കി എങ്ങനെയുണ്ട്, കട്ടാണേ കളയാലോ എന്ന് വിചാരിച്ചു. പക്ഷേ കട്ടില്ലായിരുന്നു കൂട്ടുകാരെ. ഞാൻ കഴിച്ചു കേട്ടോ. അതേപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഔഷധ ഗുണമുള്ള ഒരു ചേമ്പാണ് നമ്മുടെ ചീരച്ചേമ്പ്. അപ്പോൾ ചീരച്ചേമ്പിൻ്റെ വിത്ത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇത് ഒരു ചെറിയൊരു വിത്ത് വെച്ച് കൊടുത്താൽ മതി. പക്ഷേ ഇത് മഴ കഴിയുമ്പോൾ വേനലാകുമ്പോഴത്തേന് ഇത് താള് വീണങ്ങ് പോകും. അപ്പം നമ്മളോർക്ക് അത് ഒന്നും പേടിക്കേണ്ട, എൻ്റെ പോയി ഞാൻ വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ഈ മഴയായപ്പോൾ നോക്കുമ്പോഴുണ്ട് അവിടെ നിറച്ച് കുരുകുരോന്ന് തൈകളുണ്ടായിട്ട് ഇപ്പം വലിയൊരു പടർപ്പ് പോലെ ആയി നിൽക്കുക. ഒത്തിരി പേര് ഇവിടെ വഴി സൈഡായതുകൊണ്ട് ഞങ്ങളിവിടെ ഉണ്ടാക്കിയല്ലോ. ഒത്തിരി പേര് കട്ട് ചെയ്തുകൊണ്ട് പോകും കേട്ടോ. പിന്നെ എല്ലാവർക്കും കറി വെക്കാനല്ലെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും പറയലുമില്ല, നമ്മൾ കാണുകയില്ല.
നമ്മൾ വൈകുന്നേരത്തല്ല കടയിൽ നിന്ന് വീട്ടിലെത്തുള്ളൂ. അപ്പോഴത്തേനും ആരെങ്കിലുമൊക്കെ ഒളിച്ചോണ്ട് പോകും. കൊണ്ടുപോകുന്നവർ കൊണ്ടുപോയിക്കോട്ടെ, പിന്നെ എല്ലാവർക്കും കറി വെക്കാനല്ലേ. അങ്ങനെ ഇതിനെപ്പറ്റി ഈ കൊതുക് കുത്തുക. ഈ ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് കൊതുകുണ്ട് ഞങ്ങൾക്ക് ഇവിടെ. മഴയാകുമ്പോഴത്തേന് ഇടയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചീരച്ചേമ്പ് ആർക്കെങ്കിലും വേണമെങ്കിൽ തൈ വേണമെങ്കിൽ പറയണം. അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കൂട്ടുകാർ, നിങ്ങൾ ആരും ഇത് മിസ് ചെയ്യരുത് കേട്ടോ. കറി വെച്ച് കഴിക്കണം കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കറി വെക്കും. കർക്കിടകത്തിൽ നിന്നല്ല, ഏത് സമയത്തും നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ കർക്കിടകത്തിൽ കൂടുതലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അതേപോലെ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് അത് ഇളക്കിയാലുണ്ടല്ലോ ഭയങ്കര രുചിയായിരിക്കും. ഈ ചേമ്പിന് മുട്ടയും കൂടി ഇട്ടാൽ നല്ല രുചി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ചേമ്പിനെ പറ്റി പറയാനുള്ളത് അതുകൊണ്ട് കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചേമ്പ് വേണമെന്നുണ്ടെങ്കിൽ പറയണം. ചേമ്പിൻ്റെ തയ്യാട്ടോ, വിത്തില്ല, തൈ ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇന്നലത്തെ മുക്കുറ്റീൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് ഇത്രയൊക്കെ ആട്ടോ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസുമായി ഞാൻ ഡെയിലി വരുന്നതായിരിക്കും കേട്ടോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. നാളെ കാണാം. ബൈ.